സ്റ്റാൻഡേർഡിൻ്റെ വസന്ത് എന്ന ടെക്സ്റ്റിലെ സെക്കൻഡ് ലെസണായ ബച്പൻ എന്ന ലെസൺ നോക്കാം. ഇതൊരു ഓർമ്മക്കുറിപ്പാണ്, അതായത് ഓട്ടോബയോഗ്രഫി. ബച്പൻ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം. അതായത് കൃഷ്ണ സോബതി എന്ന് പറയുന്ന ഒരു മുത്തശ്ശി തൻ്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ ഒരു സ്റ്റോറി പോലെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റോറിയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ലെസണിൻ്റെ പേര് ബച്പൻ. മുത്തശ്ശിയുടെ കുട്ടിക്കാലത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ലെസണിൽ പറയുന്നത്. മേ തുമേ അപ്പിനെ ബച്പൻ കി ഓർ ലേ ജാവുങ്കി. ഞാൻ നിങ്ങളെ എൻ്റെ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോകും. മേ തുംസെ കുച്ച് ഇത്തിനി ബഡി ഹൂ കി തുമാരി ദാദി ഭി ഹോ സക്തി ഹൂ തുമാരി നാനി ഭി. ഞാൻ നിങ്ങളെക്കാൾ വളരെ മുതിർന്നതാണ്. ഇവിടെ ബഡി എന്ന് വെച്ചാൽ വലുതാണെങ്കിലും ഇവിടെ ഉദ്ദേശിക്കുന്നത് മുതിർന്നതാണ്. എത്ര മുതിർന്നവരാണ്? നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയോ അമ്മയുടെ അമ്മയോ ഒക്കെ ആവാൻ പ്രായമുള്ള ആളാണ്. ബഡി ബുവാ ഭി ബഡി മൗസി ഭി. നിങ്ങളുടെ മാമിയോ കുഞ്ഞമ്മയോ ഒക്കെ ആവാൻ പ്രായമുള്ള ആളാണ്. പരിവാർ മേ മുझे സഭി ലോഗ് ജീജി കഹ്കർ ഹി പുക്കാർത്തെ ഹെ. എൻ്റെ ഫാമിലിയിൽ എല്ലാ പേരും എന്നെ ജീജി എന്ന് പറഞ്ഞാൽ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. മേ ഇസ് ദിനോ കുച്ച് ബഡാ യാനി ഉമ്രമേം സയാന മെഹസൂസ് കർണേ ലഗി ഹും. ഈ ഇടയ്ക്കായിട്ട് ഞാൻ സ്വയം തന്നെ വയസ്സിൽ വളരെ മുതിർന്നതായിട്ട് ഫീൽ ചെയ്യുകയാണ്. മെഹസൂസ് കർണ ഫീൽ ചെയ്യുകയാണ്. ഷായദ് ഇസ്ലിയെ കി പിछली ശതാബ്ദി മേം പൈദാ ഹുയി ഥി. കാരണം എന്താണ്? ഞാൻ കഴിഞ്ഞ സെഞ്ചുറിയിലാണ് ജനിച്ചത്. കൃഷ്ണ സോബതി 1925 ജനിക്കുകയും 2090 മരിച്ചു പോവുകയും ചെയ്തു. അതാണ് അവർ പറയുന്നത്, ഞാൻ കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് ജനിച്ചതെന്ന്. മേരെ പെഹന്നെ ഓഢ്നെ മേ ഭി കാഫി ബദലാവ് ആയേ ഹെ. എൻ്റെ വസ്ത്രധാരണം, പെഹന്ന ഓഢ്ന എന്ന് പറഞ്ഞാൽ ധരിക്കുകയും മൂടുകയും എന്നൊക്കെയാണ് ഈ രണ്ടിൻ്റെ മീനിങ്. പക്ഷേ ഉദ്ദേശിക്കുന്നത് തൻ്റെ വസ്ത്രധാരണത്തിലും വളരെയധികം മാറ്റങ്ങൾ വന്നു. പെഹ്ലെ മേ രംഗ് ബിരംഗെ കപ്പടെ പെഹൻതി രഹി ഹും. ആദ്യമൊക്കെ ഞാൻ വളരെ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സാണ് ധരിച്ചിരുന്നത്. നീല, ജാമുനി, ഗ്രേ, കാല, ചോക്ലേറ്റി, ഇതൊക്കെ നിറങ്ങളുടെ പേരാണ്. നീല ബ്ലൂ കളർ, ജാമുനി എന്ന് പറഞ്ഞാൽ പർപ്പിൾ കളർ, ഗ്രേ കളർ തന്നെയാണ്, കാല ബ്ലാക്ക് കളർ, ചോക്ലേറ്റ് കളർ. അപ്പോൾ ഈ കളറിലൊക്കെയുള്ള ഡ്രസ്സുകളായിരുന്നു ആദ്യം ഉപയോഗിച്ചിരുന്നത്. അബ് മൻ കുച്ച് ഏസാ കർത്താ ഹേ കി സഫേദ് പെഹനോ. ഇപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നു വൈറ്റ് കളർ ഡ്രസ്സ് അണിയുവാനായിട്ട്. ഗഹരെ നഹി ഹൽക്കേ രംഗ്. ഡാർക്കായിട്ടുള്ളതല്ല, വളരെ ലൈറ്റായിട്ടുള്ള കളർ. मैंने पिछले दशकों में तरह तरह की पोशाकें पहनी है. കഴിഞ്ഞ സെഞ്ചുറിയിൽ, അതായത് തൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പലതരത്തിലുള്ള ഡ്രസ്സുകൾ ധരിച്ചിരുന്നു. പഹലെ ഫ്രോക്ക്, ഫിർ നിക്കർ വാക്കർ, സ്കേർട്ട്, ലെഹങ്കെ, ഗരാരെ और अब ചൂടിദാർ और ഖേരേദാർ കുർത്ത. ആദ്യം ഫ്രോക്ക് ധരിച്ചിരുന്നു, പിന്നീട് നിക്കർ വാക്കർ, അതായത് അതൊരു പ്രത്യേകതരം ഡ്രസ്സാണ്, നിക്കർ വാക്കർ. അത് കഴിഞ്ഞിട്ട് സ്കേർട്ട് എന്ന് പറഞ്ഞാൽ പാവാട, ലെഹങ്ക എന്ന് പറഞ്ഞാൽ ഫുൾ പാവാട പോലത്തെ ഉള്ളൊരു ഡ്രസ്സാണ്. ഗരാരെ, അതായത് ഇതിൽ ഞാൻ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ആ ടൈപ്പ് ഡ്രസ്സാണ് ഗരാര എന്ന് പറയുന്നത്. ആ ചൂടിദാർ ഓർ ഖേരേദാർ കുർത്ത. ഇപ്പോൾ ചൂടിദാർ എന്ന് പറഞ്ഞാൽ പ്ലീറ്റ്സ് ഉള്ള, ഖേരേദാർ വൈഡായിട്ടുള്ള കുർത്തയാണ് ധരിക്കുന്നത്. ബച്പൻ കെ കുച്ച് ഫ്രോക്ക് തോ മുझे അബ് തക് യാദ് ഹെ. കുട്ടിക്കാലത്തുള്ള എൻ്റെ ചില ഫ്രോക്കുകളുടെ ഓർമ്മ എനിക്കിപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഞാൻ ആ ഫ്രോക്കുകളെ ഓർമ്മിക്കുന്നു. ഹൽക്കി നീലി ഓർ പീലി ധാരിദാർ ഫ്രോക്ക്. ലൈറ്റ് ബ്ലൂവും പീലി എന്ന് പറഞ്ഞാൽ യെല്ലോ കളറുമായിട്ടുള്ള ധാരിദാർ സ്ട്രിപ്പുകളുള്ള, വരകളുള്ള, നീണ്ട വരകളുള്ള ഫ്രോക്ക്. ഗോൾ കോളർ ഓർ ബാജു പർ ഭി ഗോൾ കഫ്. കോളറും അതോടൊപ്പം കൈയും റൗണ്ട് ഷേപ്പിലുള്ള ഒരു ടൈപ്പ് ഫ്രോക്ക്. एक हल्के गुलाबी रंग का बारीक चुन्नटों वाला ഖേരേദാർ ഫ്രോക്ക്. അതുപോലെ തന്നെ ലൈറ്റ് ഗുലാബി എന്ന് പറഞ്ഞാൽ റോസ് കളർ, ലൈറ്റ് റോസ് കളറിലുള്ള ചെറിയ, ബാരീക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ, ചുന്നട്ടോം വാല, ചുന്നട്ട് പ്ലീറ്റുകളുള്ള ഖേരേദാർ ഫ്രോക്ക്, അതായത്
വളരെ വൈഡായിട്ടുള്ള ഈ പ്രത്യേകതകളൊക്കെയുള്ള ഗുലാബി രംഗ്, ചെറിയ പ്ലീറ്റ്സുകളുള്ള വളരെ വൈഡായിട്ടുള്ളൊരു ഫ്രോക്ക്. നീച്ചെ ഗുലാബി രംഗ് കി ഫ്രിൽ, അതിൽ താഴെ ഗുലാബി രംഗ് എന്ന് പറഞ്ഞാൽ റോസ് കളറിലുള്ള ഫ്രിൽസ് വച്ചിട്ടുണ്ട്. उन दिनों फ्रॉक के ऊपर की जेब में रुमाल और बालों में इतराते रंग बिरंगे रिबन का चलन था. ആ ടൈമിൽ, അതായത് നമ്മുടെ കൃഷ്ണ സോബതി എന്ന് പറയുന്ന മുത്തശ്ശി കുഞ്ഞായിരിക്കുന്ന ടൈമിൽ സാധാരണയായിട്ട് ആൾക്കാരെന്ത് ചെയ്യും, ഫ്രോക്കെ ഊപ്പർ കി ജേബ് മേ റുമാൽ, ഫ്രോക്കിൻ്റെ മുകളിലൊരു ജേബ് കാണും. ജേബ് എന്ന് പറഞ്ഞാൽ പോക്കറ്റ് കാണും. അതിലെപ്പോഴും ഒരു റുമാൽ കർച്ചീഫ് വച്ചേക്കും. അതോടൊപ്പം ബാലോമേ ഇത്തിരാത്തെ രംഗ് ബിരംഗെ റിബൺ കാ ചലൻ, തലയിൽ പല നിറങ്ങളുള്ള റിബൺ ഇങ്ങനെ കെട്ടിവെച്ചേക്കും. അതായിരുന്നു അന്നത്തെ ഫാഷൻ. ലെമൺ കളർ കാ ബഡേ പ്ലേറ്റോം വാല ഗർം ഫ്രോക്ക് ജിസ്കെ നീച്ചെ ഫർ ടാങ്കി थी. ലെമൺ കളർ എന്ന് വെച്ചാൽ ഇംഗ്ലീഷിലെ ലെമൺ നാരങ്ങ. അപ്പോൾ ലെമണിൻ്റെ കളറുള്ള വലിയ പ്ലേറ്റോം വാല പ്ലീറ്റ്സ് ഉള്ള ഗർം ഫ്രോക്ക് എന്ന് പറഞ്ഞാൽ ഉള്ളൻ ഫ്രോക്ക്, അതായത് തണുപ്പ് സമയത്ത് ശരീരത്തിന് ചൂട് കിട്ടുവാനായിട്ട് കിട്ടുന്ന ഫ്രോക്കാണ് ഗർം ഫ്രോക്ക്. ഉള്ളൻ മെറ്റീരിയലാണ് ആ ഫ്രോക്ക് തയ്ക്കുന്നത്. ജിസ്കെ നീച്ചെ ഫർ ടാങ്കി थी, അതിൻ്റെ അടിയിൽ രോമം, ഫർ എന്ന് പറഞ്ഞാൽ രോമം ഇങ്ങനെ തൂക്കി ഇട്ടിട്ടുണ്ട്. അതായത് ഒരു ഫ്രില്ല് പോലെ ഫർ ആണ് വെച്ചിട്ടുള്ളത്, രോമം. ദോ ട്യൂണിക് ഭി യാദ് ഹെ, 2 ട്യൂണിക് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടൈപ്പ് ഡ്രസ്സാണ്, അതും എനിക്ക് ഓർമ്മയുണ്ട്. ഏക് ചോക്ലേറ്റ് രംഗ് കാ ഓർ അന്തർ കി കോട്ടി പ്യാസി, അത് എന്താണ്, ഒരെണ്ണം ചോക്ലേറ്റ് കളറുള്ളതാണ്, അതിൻ്റെ ഉൾഭാഗത്ത്, അന്തർ എന്ന് വെച്ചാൽ ആ ഫ്രോക്കിൻ്റെ ഉൾഭാഗത്തുള്ള കോട്ട് എന്ന് പറയുന്നത്, പ്യാസി എന്ന് പറഞ്ഞാൽ ഉള്ളിയുടെ കളർ, പ്യാസ് എന്ന് പറഞ്ഞാൽ ഒണിയൻ കളറിലുള്ള കോട്ടാണ് അതിന് ഉള്ളത്. ദൂസര ഗ്രേ ഓർ ഉസ്കെ സാത്ത് സഫേദ് കോട്ടി, മറ്റത് ഗ്രേ കളറും അതിനകത്തുള്ളത് കോട്ട് എന്ന് പറയുന്നത് വൈറ്റ് കളറാണ്. മുझे अपने മോസെ ഓർ സ്റ്റോക്കിംഗ് ഭി യാദ് ഹെ, എനിക്കെൻ്റെ സോക്സും സ്റ്റോക്കിങ്ങും ഒക്കെ വളരെ ഓർമ്മയുണ്ട്. സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടിന് മുകളിലോട്ട് വരെ ധരിക്കുന്ന സോക്സ് പോലുള്ള ഒരു ഡ്രസ്സാണ് സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. ബച്പൻ മെയിൻ ഹമേ അപ്പിനെ മോസെ ഖുദ് ധോനെ പഡ്തേ थे, കുട്ടിക്കാലത്ത് ഞങ്ങളുടെ സോക്സുകൾ സ്വയം തന്നെ കഴുകണമായിരുന്നു. വ നൗക്കർ യാ നൗക്കരാനിക്കോ നഹി ദിയേ ജാ സക്തേ थे, അത് വീട്ടിലുള്ള ജോലി ചെയ്യുന്ന ജോലിക്കാരുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ലായിരുന്നു. നൗക്കർ എന്ന് പറഞ്ഞാൽ പുരുഷനായിട്ടുള്ള ജോലിക്കാരൻ, നൗക്കറാനി അതിൻ്റെ ഫെമിനിൻ ജെൻഡറാണ്. അപ്പോൾ അവരുടെ കയ്യിലൊന്നും കഴുകാൻ കൊടുക്കാൻ പാടില്ല. ഇസ്കി സഖ്ത് മനാഹി ഹെ, ഇത് വളരെ കർശനമായിട്ട് വിലക്കിയിട്ടുണ്ട്. ഹം ബച്ചെ ഇത്വാർ കി സുബഹ് ഇസി മേ ലഗ്തെ, ഞങ്ങൾ കുട്ടികൾ, ഇത്വാർ എന്ന് പറഞ്ഞാൽ സൺഡേക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഇത്വാർ. സൺഡേ ഞങ്ങളുടെ മെയിൻ പണി എന്താണ്, രാവിലെ തന്നെ ഈ സോക്സുകൾ കഴുകണം. ധോലേനെ കെ ബാദ് അപ്പിനെ ജൂത്തെ പോളിഷ് കർക്കെ ചമക്കാത്തെ, സോക്സുകൾ കഴുകിയതിന് ശേഷം അവരവരുടെ ചെരുപ്പുകൾ പോളിഷ് ചെയ്തങ്ങനെ തിളക്കി എടുക്കും. ജബ് ജൂത്തെ കപ്പടെ യാ ബ്രഷ് സെ രഗഡ്ത്തെ തോ പോളിഷ് കി ചമക് ഉഭർനെ ലഗ്തി, അപ്പോൾ ഈ പോളിഷ് ചെയ്ത ചെരുപ്പിനെ ബ്രഷ് കൊണ്ടോ തുണി കൊണ്ടോ ഒന്ന് റബ്ബ് ചെയ്യുമ്പോൾ, റബ്ബ് ചെയ്യുക, അതായത് ഒന്നുകൂടെ ഒന്ന് തേച്ച് മിനുക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, പോളിഷ് കി ചമക് ഉഭർനെ ലഗ്തി, പോളിഷിൻ്റെ ആ ഒരു തിളക്കം ഒന്നുകൂടെ കൂടുന്നു. സർവർ മുझे आज भी ബൂട്ട് പോളിഷ് കർന അച്ഛാ ലഗ്താ ഹെ, സർവർ എന്നുദ്ദേശിക്കുന്നത് ഫ്രണ്ട് എന്നാണ്. അല്ലയോ കൂട്ടുകാരാ, മുझे आज भी ബൂട്ട് പോളിഷ് കർന അച്ഛാ ലഗ്താ ഹെ, ഈ ടൈമിലും എനിക്ക് ബൂട്ട് പോളിഷ് ചെയ്യുന്നത് വളരെയധികം ഇഷ്ടമാണ്. ഹാലാക്കി അബ് നയി കിസ്മ കെ ഷൂ ആ ചുക്കേ ഹെ, ഇന്ന് പല ടൈപ്പിലുള്ള പുതിയ ഷൂകളൊക്കെ വന്നിട്ടുണ്ട്. കഹന ഹോഗ കി യെ പെഹലെ സെ കഹീ ജ്യാദ ആരാംദേഹ് ഹെ, പറഞ്ഞേ പറ്റുള്ളൂ, എന്താണ്, ഇപ്പോൾ ഉള്ള ആ ചെരുപ്പുകളും ഷൂവുമൊക്കെ വളരെയധികം കാലിന്
എന്താണ് ആരാംദേഹ് വളരെ കംഫർട്ടായിട്ടുള്ളതാണ്. ഹമേ ജബ് നയേ ജൂത്തെ മിൽത്തെ ഉസ്കെ സാത്ത് ഹി ഛാലോं കാ ഇലാജ് ശുരു ഹോ ജാത്ത. അതങ്ങനെ പറയാൻ കാരണം എന്താണ്? ഞങ്ങൾക്ക് പുതിയ ചെരുപ്പ് കിട്ടുന്ന ടൈമിൽ തന്നെ എന്താണ് ഛാലോं കാ ഇലാജ് ശുരു ഹോ ജാത്ത, കാലിൽ പൊട്ടലിനുള്ള ചികിത്സയും ആരംഭിക്കുന്നു. അതായത് അന്ന് കിട്ടുന്ന ചെരുപ്പുകൾ ഇടുകയാണെങ്കിൽ പുതിയ ചെരുപ്പുകൾ ഇടുമ്പോൾ കാലുകളൊക്കെ പൊട്ടുന്നു. ഇന്നുള്ള ചെരുപ്പുകൾക്ക് ആ ഒരു കംപ്ലൈൻറ്റ് ഇല്ല, വളരെയധികം കംഫർട്ടാണെന്നാണ് പറയുന്നത്. ജബ് കഭി ലംബി സൈർ പർ നിക്കൽത്തെ അപ്നെ പാസ് രൂയി ജറൂർ രഖ്തെ. ലംബി സൈർ എന്ന് പറഞ്ഞാൽ ദൂരയാത്ര, ലോങ് ട്രിപ്പിന് പോകുമ്പോൾ, എപ്പോഴൊക്കെ ലോങ് ട്രിപ്പ് പോകുന്നു അപ്പോഴൊക്കെ ഞങ്ങളുടെ കയ്യിൽ റൂയി എന്ന് പറഞ്ഞാൽ കോട്ടൺ തീർച്ചയായും കരുതും. ജൂത്ത ലഗാത്തോ റൂയി മോസേക്കെ അന്തർ. ചെരുപ്പ് കാലിൽ അണിയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? റൂയി മോസേക്കെ അന്തർ. റൂയി എന്ന് പറഞ്ഞാൽ കോട്ടൺ ആ സോക്സിനകത്തേക്ക് ഞങ്ങൾ വയ്ക്കുന്നു. ഹമാരെ തുമാരെ ബച്പൻ മേ തോ ബഹുത് ഫർക്ക് ഹോ ചുക്കാ ഹെ. അതെ, നിങ്ങളുടെയും ഞങ്ങളുടെയും കുട്ടിക്കാലത്തിന് വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ട്. ഇന്നത്തെ കുട്ടികൾ ഇപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ടോ? കാരണം ഇന്നത്തെ ചെരുപ്പ് അത്രയും പ്രശ്നക്കാരനല്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹർ ശനീച്ചർക്കോ ഹമേ ഒലിവ് ഓയിൽ യാ കാസ്റ്റർ ഓയിൽ പീനാ പഡ്ത. എല്ലാ സാറ്റർഡേയും ശനിയാഴ്ചകളിലും ഞങ്ങൾക്ക് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ കുടിക്കേണ്ടി വന്നിരുന്നു. യഹ് ഏക് മുഷ്കിൽ കാം ഥ. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ശനീച്ചർക്കോ സുബഹ് സേ ഹി നാക്ക് മേ ഇസ്കി ഗന്ധ് ആനെ ലഗ്തി. സാറ്റർഡേ രാവിലെ ആകുമ്പോൾ തന്നെ മൂക്കിൽ ഇതിൻ്റെ ആ ഒരു മണം വന്നെത്തും. छोटे शीशे के गिलास जिन पर ठीक खुराक के लिए निशान पड़े रहते उन्हें देखते ही मितली होने लगती. ചെറിയ ഗ്ലാസ്, അതിൽ മെഡിസിൻ എടുക്കുവാനായിട്ട് വരകൾ ഇട്ടേക്കുന്നു. നിഷാന എന്ന് പറഞ്ഞാൽ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ഉനെ ദേഖ്തേ ഹി മിത്തിലി ഹോനെ ലഗ്തി. അത് കാണുമ്പോൾ തന്നെ മിത്തിലി ഹോനെ ലഗ്തി, ഛർദ്ദിക്കാൻ വരും. ശീശയ്ക്ക് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഗ്ലാസ്സുകൾ, അത് മനസ്സിലായല്ലോ. മുझे आज भी लगता है कि अगर हम ना भी पीते वह शनिवारी दवा तो कुछ ज़्यादा बिगड़ने वाला नहीं था, सेहत ठीक ही रहती. എനിക്കിപ്പോൾ തോന്നുന്നത് അന്ന് ആ ശനിയാഴ്ചകളിൽ ആ മരുന്ന് കുടിച്ചില്ല എങ്കിൽ പോലും ഞങ്ങളുടെ ആരോഗ്യത്തിന് ഒരു കുറവും വരില്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. तुम्हें बताऊंगी कि हमारे समय और तुम्हारे समय में कितनी दूरी हो चुकी है. ഞങ്ങളുടെ ടൈമും ഞങ്ങളുടെ കുട്ടിക്കാലത്തുള്ള ആ സമയവും നിങ്ങളുടെ കുട്ടിക്കാലത്തിൻ്റെ ഈ സമയവും തമ്മിൽ എത്ര വ്യത്യാസമാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. യഹാ തക് കി ബച്പൻ കി ദിൽചസ്പിയാം ഭി ബദൽ ഗയി ഹെ. കുട്ടികളുടെ താല്പര്യങ്ങൾ, അവരുടെ ഇൻട്രസ്റ്റ് വരെ മാറിപ്പോയിട്ടുണ്ട്. അന്നത്തെ കുട്ടികൾക്കും ഇന്നത്തെ കുട്ടികൾക്കുമുള്ള ഓരോന്നിനോടുമുള്ള ആ ഒരു ഇൻട്രസ്റ്റും വ്യത്യസ്തമായിരിക്കുന്നു. യാദ് രഹേ ഉൻ ദിനോ കുച്ച് ഘരോ മേ ഗ്രാമഫോൺ ഥേ. ഓർമ്മിക്കുക, അന്നത്തെ ചില വീടുകളിൽ ഗ്രാമഫോൺ എന്ന് പറയുന്ന പാട്ട് കേൾക്കുന്ന ആ ഒരു യന്ത്രം ഉണ്ടായിരുന്നു. റേഡിയോ ഓർ ടെലിവിഷൻ നഹീ ഥേ. റേഡിയോയും ടെലിവിഷനും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ എങ്ങനെയാണ് അന്നത്തെ എങ്ങനെയാണ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഹമാരെ ബച്പൻ കി കുൽഫി ഐസ്ക്രീം ഹോ ഗയി ഹെ. ഞങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്ന കുൽഫി ആണ് ഇന്ന് ഐസ്ക്രീമായി മാറിയത്. കച്ചൗറി സമോസ പാറ്റീസ് മേ ബദൽ ഗയാ ഹെ. അന്നത്തെ കാലത്ത് കച്ചൗറി സമോസ എന്ന് പറയുന്ന ആ ഫുഡ് ഐറ്റം ഇന്ന് പാറ്റീസ് എന്ന് പറയുന്ന രീതിക്ക് മാറിക്കഴിഞ്ഞു. ഷഹത്തൂത്ത് ഓർ फालसे और खसखस के शरबत कोक पेप्सी में. അന്നത്തെ കാലത്തുള്ള ഷഹത്തൂത്ത്, ഫാൽസെ, ഖസ്ഖസ് ഇവയടങ്ങിയ ഷർബത്ത് ഇന്ന് കൊക്കക്കോളയും പെപ്സിയും ഒക്കെ ആയി. ഷഹത്തൂത്തിൻ്റെ മീനിങ് മൾബറിയും അതുപോലുള്ള ഒരു ഫ്രൂട്ടാണ് ഈ ഫാൽസെ എന്ന് പറയുന്നത്. അതോടൊപ്പം ഖസ്ഖസും ഒരു ഫുഡ് ഐറ്റമാണ്. അപ്പോൾ ഇവയൊക്കെ ചേർത്ത് ഒരു ഷർബത്ത് ഉണ്ടാക്കും. അത് ഇന്ന് കൊക്കക്കോളയും പെപ്സിയുമായിട്ട് മാറിക്കഴിഞ്ഞു. ഉൻ ദിനോ കോക്ക് നഹി ലെമനേഡ് വിമറ്റോ മിൽത്തി ഹെ.
അന്നത്തെ കാലത്ത് കോക്ക് കിട്ടാറില്ല, ലെമണേഡാണ് കിട്ടുന്നത്. അതോടൊപ്പം വിമറ്റോ എന്ന് പറയുന്ന ഒരു ഡ്രിങ്കും കിട്ടാറുണ്ടായിരുന്നു. ഷിംല ഓർ നई दिल्ली में बड़े हुए बच्चों को वेंगर्स और डवीको रेस्तोरेंट की ചോക്ലേറ്റ് ഓർ പേസ്ട്രി മസാ ദേനെ വാലി ഹോത്തി. അപ്പോൾ ഷിംലയിലും ന്യൂഡൽഹിയിലുമൊക്കെ വളർന്നു വലുതായ കുട്ടികൾക്ക് വെങ്കേഴ്സ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റും, റെസ്തറ എന്ന് എഴുതിയിരിക്കുന്നത് റെസ്റ്റോറൻ്റാണ്, റെസ്റ്റോറൻറ്റും അതോടൊപ്പം ഡവീക്കോ എന്ന് പറയുന്ന മറ്റൊരു റെസ്റ്റോറൻറ്റിലെയും ചോക്ലേറ്റും പേസ്ട്രിയും ഒക്കെ വളരെയധികം ആനന്ദകരമായ കാര്യങ്ങളാണ്. ഹം ഭായി ബഹനോं की ड्यूटी लगती शिमला मॉल से ബ്രൗൺ ബ്രെഡ് ലാനേക്ക്. അപ്പോൾ ഷിംല മാളിൽ നിന്നും, അപ്പോൾ ട്രാവൻകൂർ മാൾ പോലുള്ള ഒരു മാളാണ് ഷിംല മാൾ, അവിടെ നിന്നും ബ്രൗൺ ബ്രെഡ് കൊണ്ടുവരിക എന്നതാണ് ഞങ്ങൾ സഹോദരങ്ങളുടെ ഡ്യൂട്ടി. ഹമാരാ ഘർ മാൾ സേ ജ്യാദാ ദൂർ നഹീ ഥാ. ഞങ്ങളുടെ വീട് ആ ഷിംല മാളിൽ നിന്നും വളരെയധികം ദൂരെ അല്ലായിരുന്നു. एक छोटी सी चढ़ाई और गिरजा मैदान पहुंच जाते. ചെറിയ ഒരു കയറ്റം കയറിക്കഴിഞ്ഞാൽ ഗിർജ മൈതാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തും. വഹാസെ ഏക് ഉത്തരായി ഉത്തർത്തെ ഓർ മാൾ പർ. അവിടെ നിന്നൊരു ചെറിയ ഒരു ഇറക്കം ഇറങ്ങിയാൽ മാളിലെത്തും. കൺഫെക്ഷണറി കൗണ്ടർ पर तरह तरह की पेस्ट्री और चॉकलेट की खुशबू मन भावनी. ആ ബ്രൗൺ ബ്രെഡ് വാങ്ങാൻ പോകുന്ന ആ ടൈമിൽ കാണുന്ന കാഴ്ചയാണ് കൺഫെക്ഷണറി കൗണ്ടർ പർ. അതായത് ഈ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കുന്ന ആ ഒരു കൗണ്ടർ ഉണ്ടല്ലോ, ഗ്ലാസിൻ്റെ ആ ഒരു കൗണ്ടർ, അതിനെയാണ് ഈ കൺഫെക്ഷണറി കൗണ്ടർ എന്ന് പറയുന്നത്. അതിൽ പലതരത്തിലുള്ള പേസ്ട്രികളും ചോക്ലേറ്റും ഒക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കും. അതിൻ്റെ ഖുഷ്ബു, അതിൻ്റെ ആ സ്മെല്ലെന്ന് പറയുന്നത് മനസ്സിനെ ഇളക്കുന്നത് ആണ്. ഇതിൻ്റെ ബാക്കി ഭാഗം പാർട്ട് 2 ആയിട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്.